1961 ബോബി ഫിഷർ കളിച്ച മനോഹരമായ ഒരു ഗെയിം കണ്ടാലോ. ഈ ഗെയിം കളിച്ചിരിക്കുന്നത് ബോബി ഫിഷറും യെഫീം ഗെല്ലർ എന്ന് പറഞ്ഞ രണ്ട് പ്ലേയേഴ്സും തമ്മിലാണ്. ഇതൊരു സ്പാനിഷ് ഓപ്പണിംഗ് ആണ്. പോൺ ടു E4, E5, നൈറ്റ് F3, നൈറ്റ് C6, ബിഷപ്പ് B5 എന്നുള്ള റൂഗി ലോപ്പസ് ഓപ്പണിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. പോൺ ടു A6 കളിച്ച് ആ ബിഷപ്പിനെ അങ്ങ് അറ്റാക്ക് ചെയ്യുന്നു. ബിഷപ്പ് മാറുന്നു, ബിഷപ്പ് A4 പോകുന്നു. പോൺ ടു D6, വൈറ്റ് ക്യാൻസൽ ചെയ്യുന്നു. ബിഷപ്പ് G4 കളിച്ച് ഈ ഒരു നൈറ്റിനെ അങ്ങ് പിൻ ചെയ്യുന്നു. പോൺ H3 ബിഷപ്പിനെ ഓടിക്കുന്നു. ബിഷപ്പ് മാറുന്നു. പോൺ ടു C3. അപ്പോൾ ഈ മൂവിൻ്റെ ഐഡിയ ബ്ലാക്ക് എങ്ങാനും പോൺ ടു B5 പോലത്തെ മൂവ് കളിച്ചു കഴിഞ്ഞാൽ, ഒരു ഉദാഹരണത്തിന് ഇങ്ങനത്തെ ഒരു മൂവിന് ശേഷം B5 ഒക്കെ കളിച്ചു കഴിഞ്ഞാൽ എന്തായാലും ബിഷപ്പിന് പുറകോട്ട് പോകേണ്ടി വരും. അപ്പോൾ സേഫ് ആയിട്ടുള്ളൊരു സ്ക്വയറിലോട്ട് പോകാൻ വേണ്ടി പോൺ ടു C3 കളിക്കുന്നു. ക്യൂൻ F6. അപ്പോൾ രണ്ട് പേരും ഈ ഒരു നൈറ്റിലേക്ക് അറ്റാക്ക് കൊടുക്കണം, ബിഷപ്പും നൈറ്റും കൂടെ. ഫിഷർ ഇവിടെ കളിക്കുന്നത് പോൺ ടു G4 ആണ്. അപ്പോൾ ഇന്ന് പലരും കളിക്കാൻ പേടിക്കുന്ന ഒരു മൂവാണ് ഈ ഒരു പൊസിഷനിൽ പോൺ ടു G4 കളിക്കും. കാരണം കിങ് ഇവിടെ ഭയങ്കര വീക്ക് ആവുകയാണ്. പക്ഷെ ഫിഷർ ഈ ഒരു പൊസിഷനിൽ പോൺ ടു G4 കളിച്ച് ഫിഷർ ഭയങ്കര അഗ്രസീവായിട്ട് കളിക്കുകയാണ്. പോൺ ടു G4, ബിഷപ്പ് G6, പോൺ D4. സെൻറ്ററിലേക്ക് സ്ട്രൈക്ക് ചെയ്യുന്നു. സെൻറ്ററിലേക്ക് സ്ട്രൈക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ സെൻറ്ററിലുള്ളൊരു പോണും കൂടെയും വെറുതെ ഇവിടെ ഫിഷർ സാക്രിഫൈസ് ചെയ്യാണ്. ഫിഷറിൻ്റെ ഐഡിയ പോൺ വെച്ച് വെട്ടിയെടുത്ത് കഴിയുമ്പോൾ നൈറ്റിനെയും കൊണ്ട് ഡെവലപ്പ് ചെയ്ത് കുറച്ച് ഫാസ്റ്റായിട്ട് ഡെവലപ്മെൻറ്റുകൾ കിട്ടും. അത് മാത്രമല്ല, അധികം വൈകാതെ പോൺ ടു D5 കളിക്കുകയും ബ്ലാക്ക് ക്യൂൺ സൈഡ് ക്യാൻസൽ ചെയ്യുമ്പോൾ ക്യൂൺ സൈഡിലേക്ക് മുഴുവൻ അറ്റാക്ക് കൊണ്ടുവരാനുമാണ് ഇവിടെ വൈറ്റ് ശ്രമിക്കുന്നത്. ബിഷപ്പ് G6 കളിക്കുന്നു. ബിഷപ്പ് ടേക്സ് നൈറ്റ്. എന്തിനാണ് ഇങ്ങനെ ഒരു മൂവ് ഫിഷർ ഇവിടെ കളിക്കുന്നത്? ഈ മൂവിൻ്റെ ഐഡിയ വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഈ പോൺ വെച്ച് ഇത് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഡബിൾഡ് പോൺസ് ആവും. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ക്യൂൺ സൈഡ് ക്യാൻസൽ ചെയ്താൽ പ്രശ്നമാവുകയും ചെയ്യും. കാരണം എന്താണ്, ഇവിടെ ഫിഷറിൻ്റെ പീസുകളെല്ലാം വന്നിട്ട് ഇവിടെ ബ്ലാക്കിൻ്റെ പീസുകളെ വെറുതെ ക്രഷ് ചെയ്ത് കളയും. പോൺ ടേക്സ് പോൺ, പോൺ ടേക്സ് പോൺ, നൈറ്റ് ടേക്സ് E5. അപ്പം ഈ ഒരു തീം നമ്മൾ പല ഗെയിംസിലും കണ്ടതാണ്. ഇവിടെ എന്തുകൊണ്ട് നൈറ്റിനെ എടുക്കാൻ പറ്റില്ല? ഒരു ഫ്രീ നൈറ്റ് ഒന്നും അല്ല ഇത്. കാരണം എന്താണ്, നൈറ്റിനെ എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് റൂക്ക് E1, ഈ ഒരു ക്യൂ നഷ്ടപ്പെടും. അപ്പം അതുകൊണ്ട് ആ നൈറ്റിനെ എന്തായാലും എടുക്കുന്നില്ല. ബിഷപ്പ് D6 കളിക്കുന്നു. നൈറ്റ് ടേക്സ് G6. ഇവിടെ വേണമെങ്കിൽ H പോൺ വെച്ച് വേണമെങ്കിൽ എടുക്കാം. ഇവിടെ H പോൺ വെച്ച് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നൈറ്റ് E4 വൈറ്റിന് കംപ്ലീറ്റ്ലി ഒരു ബെറ്റർ പൊസിഷൻ കിട്ടും. അപ്പോൾ അതിന് പകരം ഗെയിമിൽ കളിച്ചിരിക്കുന്നത് ക്യൂൺ ടേക്സ് G6 ആണ്. ക്യൂൺ ടേക്സ് G6ന് റൂക്ക് E1 ചെക്ക്, കിങ് F8. ഇവിടെ വേണമെങ്കിൽ ഈ നൈറ്റ് വെച്ചിട്ട് ഇവിടെ മറയ്ക്കാം. പക്ഷേ ഈ നൈറ്റ് വെച്ചിട്ട് മറച്ചാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നൈറ്റ് പെട്ടെന്ന് വൾണറബിൾ ആവും. മാത്രമല്ല, നൈറ്റ് E4 പോലത്തെ മൂവ് ഇവിടെ വൈറ്റിന് വളരെയധികം പ്ലസ് പൊസിഷൻസ് നൽകുകയും ചെയ്യും. അതേസമയം ബ്ലാക്ക് പ്ലെയർ ഉദ്ദേശിക്കുന്നത് കിങ് F8 കളിച്ചിട്ട് മറ്റേ റൂക്കിനെ കളിയിലേക്ക് കൊണ്ടുവരാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. പരമാവധി പീസുകൾ ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത്. നൈറ്റ് C4, H5. ഈ മൂവ് വളരെയധികം സെൻസിബിൾ ആയിട്ടുള്ള മൂവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വൈറ്റിൻ്റെ കിങ് വളരെ വീക്കാണ്. അപ്പോൾ H5 കളിച്ച് ആ പോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ H3യും വീക്ക്നെസ് ആണ്. റൂക്കിനും ഒരു ഓപ്പൺ ഫയൽ കിട്ടും. ആദ്യം ആ ബിഷപ്പിനെ അവോയ്ഡ് ചെയ്യുന്നു ഫിഷർ. പോൺ ടേക്സ് പോൺ, ബിഷപ്പ് F4 കളിച്ച് രണ്ടുപേരും കൂടെ ആ ഒരു പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. പോൺ D5. ഇവിടെ വളരെ ടെംപ്റ്റിംഗ് ആണ് ഇതുപോലത്തെ ഒരു മൂവ്, H ടേക്സ് G4. പക്ഷെ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പല മൂവ്സ് ഉണ്ട് ഇവിടെ ജയിക്കുന്നത്. ബിഷപ്പ് ടേക്സ് D6 ചെക്കാണ്. ഇവിടെ എന്തെങ്കിലും ചെയ്യണമല്ലോ. ഇവിടെ നൈറ്റ് വെച്ച് ബ്ലോക്ക് ചെയ്യുമ്പോൾ ബിഷപ്പ് E7 ചെക്കാണ്. കിങ് G8ന് ശേഷം ഇവിടെ പല രീതിയിൽ ഇവിടെ ജയിക്കാം. ഇവിടെ ക്യൂൻ ടേക്സ് G4 ആണ് ഏറ്റവും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള മൂവ്. ഇവിടെ വൈറ്റിന് ഇവിടെ കംപ്ലീറ്റ് ഡോമിനേറ്റിംഗ് പൊസിഷനാണ്. ഇവിടെ ബ്ലാക്കിന് ഇവിടെ ഡയറക്റ്റ്ലി ഇവിടെ കിങ്ങിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ക്യൂൻ എക്സ്ചേഞ്ചിന് ശേഷം ഇവിടെ വൈറ്റ് ഒരു പീസ് അപ്പാണ് ഈസിലി ജയിക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ടാണ് ആ ഒരു ലൈനിലേക്ക് പോയിട്ട് നേരിട്ട് ആ പോണിനെ വെട്ടിയെടുക്കാതിരുന്നത്. അതിനു പകരം D5 കളിക്കുന്നു. ഫിഷർ ക്യൂൻ B3 കളിക്കുന്നു. പോൺ ടേക്സ് പോൺ. ഇവിടെ അടുത്ത മൂവിൽ പോൺ എടുത്ത് ചെക്ക് ത്രെട്ടൻ ചെയ്യാനാണ് ഫിഷറിൻ്റെ ഒപ്പോണൻറ്റ് ശ്രമിക്കുന്നത്. ഫിഷറിനാവുന്ന പേടിയില്ല. ഫിഷർ കളിക്കുന്നത് ക്യൂൻ B7 കളിച്ചിട്ട് ഇവിടെ പലതരം മേറ്റിംഗ് അറ്റാക്ക് ത്രെട്ടൻ ചെയ്യുന്നു. ഒന്ന് ഈ റൂക്കിനെ അങ്ങ് അറ്റാക്ക് ചെയ്യുന്നു. ആദ്യം പോൺ വെച്ച് ചെക്ക് കൊടുക്കുന്നു.
ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ ഫിഷറിന് ഇവിടെ ഒരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ നേരെ ഒരു മീറ്റിംഗ് അറ്റാക്കിലോട്ട് പോകും. ഇവിടെ കളിക്കേണ്ടിയിട്ടുള്ള ഓൺലി ബെസ്റ്റ് മൂവ് ആണ് ഇവിടെ ഫിഷർ കളിക്കേണ്ടത്, ബിഷപ്പ് G3. വേറെ എന്ത് കളിച്ചാലും ഇത് മീറ്റിംഗ് അറ്റാക്കിലേക്ക് പോകും. ഇവിടെ റൂക്കിനെ രക്ഷിക്കാൻ വേണ്ടി റൂക്ക് D8 കളിക്കുന്നു, ക്യൂൻ B4 ചെക്ക്. ഈ ഒരു പൊസിഷനിൽ ഫിഷറിൻ്റെ ഒപ്പോണൻറ്റ് റിസൈൻ ചെയ്യാണ്. അപ്പോൾ ആലോചിക്കും ഇവിടെ എന്തിനാണ് ഇവിടെ റിസിഗ്നേഷൻ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് E7 കളിച്ച് കഴിയുമ്പോൾ ക്യൂൻ ടേക്സ് നൈറ്റ്, കിങ് മാറിക്കഴിയുമ്പോൾ എന്തായാലും ആ റൂക്കും കൂടെ പോകും, റൂക്കും പോയി കിങ് ഇവിടെ മാറിക്കഴിയുമ്പോൾ ക്യൂൻ H4 ചെക്കാണ്. ഇവിടെ എന്തായാലും ക്യൂൻ വെച്ചൊക്കെ മറിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് അറിയാം. ഇവിടെ ഓൾറെഡി ഒരുപാട് പീസുകൾ ഇവിടെ വൈറ്റിന് കൂടുതലാണ്, എന്തായാലും ജയിക്കും. ഇനി എങ്ങാനും കിങ് ഇങ്ങോട്ട് പോയാലോ, ഇവിടെ ജസ്റ്റ് റൂക്ക് E8 ചെക്ക് മേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫിഷറി കളിച്ച മനോഹരമായ ഗെയിം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസായിട്ട് വീണ്ടും കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.